നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കും വളരെ പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളാണ് വന്നിരിക്കുന്നത്. പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ചിലർക്ക് മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ പെൻഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ചു കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ സർക്കാർ അറിയിപ്പുകൾ ഇപ്രകാരമാണ്. 1050 കോടി രൂപ അനുവദിച്ച വിവരവും മസ്റ്ററിംഗ് ചെയ്യേണ്ടവർക്കുള്ള വിവരങ്ങളും അതുപോലെ തന്നെ ആർക്കെല്ലാമാണ് ഇത്തവണ പെൻഷൻ മുടങ്ങുക എന്നതും വിധവ പെൻഷന്റെ കാലയളവും ഇളവും പ്രവാസി പെൻഷനിലെ പ്രശ്നങ്ങളും ആധാർ ലിങ്കിങ്ങിന്റെ നിർബന്ധം എന്താണെന്നും എല്ലാം വിശദമായി നമുക്ക് നോക്കാം. കേരള സർക്കാർ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം മുടങ്ങാതെ തുടരാൻ 1050 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി പലരും ചോദിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, പെൻഷൻ എപ്പോഴാണ് വരുന്നത്, കുടിശ്ശിക കിട്ടുമോ, വിതരണം വൈകുമോ. ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ സർക്കാർ പുതിയ സാമ്പത്തിക അനുമതി നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വയോജന പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അവിവാഹിത പെൻഷൻ ഇവയുടെ വിതരണം തുടരണമെന്നാണ് ലക്ഷ്യമിടുന്നത്. പലർക്കും ബാങ്ക് അക്കൗണ്ടിലൂടെയും സഹകരണ ബാങ്കുകൾ വഴിയും പലർക്കും വീട്ടിലെത്തിച്ചുമാണ് പെൻഷൻ നൽകുന്നത്. ഈ രീതി തന്നെയാണ് തുടരുക. ഇപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം മസ്റ്ററിംഗ് ആണ്. പലർക്കും ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയമുണ്ട്. മസ്റ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്, എന്തിനാണ് ചെയ്യേണ്ടത്, ചെയ്തില്ലെങ്കിൽ എന്താകും? സർക്കാർ ഉറപ്പുവരുത്തുകയാണ് പെൻഷൻ വാങ്ങുന്ന ആൾ ജീവനോടെയുണ്ടോ, ആനുകൂല്യത്തിന് അർഹനാണോ എന്ന്. ഇതിനായി ഗുണഭോക്താവ് നേരിട്ട് ഹാജരായി തിരിച്ചറിയൽ ഉറപ്പാക്കുന്നതാണ് മസ്റ്ററിംഗ്. മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ എന്താണ് സംഭവിക്കുക? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മസ്റ്ററിംഗ് സമയത്ത് ഇത് ചെയ്യാതെ ഇരുന്നാൽ പെൻഷൻ താൽക്കാലികമായി തടയാം, അടുത്ത ഗഡു വൈകാം, ചിലപ്പോൾ അക്കൗണ്ട് ഇനാക്റ്റീവ് ആകാം, വീണ്ടും അപേക്ഷിക്കേണ്ട സാഹചര്യം വരാം. അതുകൊണ്ട് ഇത് ആരും അവഗണിക്കരുത്. കൃത്യമായി തന്നെ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തിരിക്കേണ്ടതാണ്. പല വയോധികർക്കും, രോഗാവസ്ഥയിലുള്ളവർക്കും, കിടപ്പ് രോഗികൾക്കും, ദൂരപ്രദേശങ്ങളിലുള്ളവർക്കും മസ്റ്ററിംഗ് സമയത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് സമയം സർക്കാർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. ഇത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം അവസാന ദിവസങ്ങളിൽ വലിയ തിരക്കും സെർവർ പ്രശ്നവും ബയോമെട്രിക് പ്രശ്നവും നെറ്റ്വർക്ക് പ്രശ്നവും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. തിരക്ക് കൂടിയാൽ ഇതിനെല്ലാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിരിക്കാം. ഇപ്പോൾ പലരും ചോദിക്കുന്നത് എവിടെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്? സാധാരണയായി അക്ഷയ കേന്ദ്രങ്ങൾ, ബന്ധപ്പെട്ട ക്ഷേമനിധി ഓഫീസുകൾ, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ ഓഫീസുകൾ ഇവിടങ്ങളിലാണ് സൗകര്യം ഒരുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ക്യാമ്പുകളും നടക്കാറുണ്ട്. പോകുമ്പോൾ കയ്യിൽ കരുതേണ്ടത് ആധാർ കാർഡ്, പെൻഷൻ നമ്പർ, മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്ക് ഇവയൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ആധാർ ലിങ്കിങ് വളരെയധികം നിർബന്ധമാണ്. സർക്കാർ വളരെ ശക്തമായി പറയുന്ന മറ്റൊരു കാര്യമാണ് ആധാർ ലിങ്കിങ്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ DBT പണമിടപാട് തടസ്സപ്പെടാം, പെൻഷൻ അക്കൗണ്ടിൽ എത്താതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ബാങ്കിൽ പോയി ആധാർ സീഡഡ് ആണോ, NPCI മാപ്പിംഗ് ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. പലർക്കും ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് അല്ലാത്തതിനാലും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിനാൽ അക്കൗണ്ട് ഉപയോഗത്തിലാണോ, KYC പൂർത്തിയായോ ഇതും പരിശോധിക്കുക. വിധവ പെൻഷനിൽ വലിയ ആശ്വാസം വന്നിരിക്കുകയാണ്. ഇപ്പോൾ വിധവ പെൻഷൻ വാങ്ങുന്നവർക്ക് വലിയ ആശ്വാസ വാർത്തയാണ്. 60 വയസ്സ് കഴിഞ്ഞ വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും ഇനി ഓരോ തവണയും സാക്ഷ്യപത്രം സമർപ്പിക്കേണ്ടതില്ല. അതായത് പുനർവിവാഹം ചെയ്തിട്ടില്ല, അവിവാഹിതയാണ് എന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ട ബാധ്യത ഒഴിവാക്കിയിരിക്കുകയാണ്. ഇത് നിരവധി സ്ത്രീകൾക്ക് വലിയ സഹായമാകും. പ്രവാസി പെൻഷനിലെ പ്രശ്നങ്ങളും നോക്കാം. പ്രവാസി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് തുക വൈകി, അക്കൗണ്ടിൽ എത്തിയില്ല, വെരിഫിക്കേഷൻ പെൻഡിംഗ് ആയി എന്നിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ പ്രവാസി പെൻഷൻ വാങ്ങുന്നവർക്ക് രജിസ്ട്രേഷൻ വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, ആധാർ വിവരങ്ങൾ ഇവ ശരിയാണോ എന്ന് പരിശോധിക്കുക. പെൻഷൻ സ്റ്റാറ്റസ് വീട്ടിലിരുന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് പറഞ്ഞു തരാം. ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഭാഗം തന്നെയാണ്. ഇപ്പോൾ വീട്ടിലിരുന്ന് മൊബൈൽ ഉപയോഗിച്ച് തന്നെ ടെൻഷൻ ഇല്ലാതെ തന്നെ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാം. അതിന് സേവന പെൻഷൻ വെബ്സൈറ്റ് തുറക്കുക. അതിനുശേഷം ക്വിക്ക് സെർച്ച് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അവിടെ പെൻഷൻ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ നൽകിയാൽ സ്റ്റാറ്റസ് കാണാവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങളുടെ പെൻഷൻ അപ്രൂവ്ഡ് ആണോ, പെൻഡിംഗ് ആണോ, സസ്പെൻഷൻ ഉണ്ടോ, പേയ്മെന്റ് ക്രെഡിറ്റഡ് ആണോ എന്നിവയെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്നതാണ്. പെൻഷൻ മുടങ്ങാൻ പ്രധാനമായി വരുന്ന കാരണങ്ങൾ, പലർക്കും പെൻഷൻ മുടങ്ങുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തത് കാരണവും, ഇതാണ് ഏറ്റവും വലിയ കാരണം. മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ
പെൻഷൻ മുടങ്ങുക, അതുപോലെ തന്നെ ആധാർ മിസ്മാച്ച് സംഭവിക്കുക, പേര് വ്യത്യാസം, ജനന തീയതി വ്യത്യാസം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, തെറ്റ് ഇവയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പെൻഷൻ മുടങ്ങും. ബാങ്ക് അക്കൗണ്ട് ഇനാക്റ്റീവ് ആകുക, കാലങ്ങളായി ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ നൽകാതിരിക്കാൻ ശ്രമിക്കുക. KYC അപ്ഡേറ്റ് ചെയ്യാത്തത്, ബാങ്കിൽ KYC പെൻഡിംഗ് ആണെങ്കിൽ പ്രശ്നമാകും. എല്ലാം വ്യക്തമാക്കി ക്ലിയർ ആക്കുക. മരണപ്പെട്ട ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകൾ ഇത് കണ്ടെത്താനാണ് സർക്കാർ കൂടുതൽ പരിശോധന നടത്തുന്നത്. അതിനുവേണ്ടി തന്നെയാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. മുതിർന്ന പൗരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വയോധികർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആരും പറഞ്ഞാൽ മാത്രം വിശ്വസിക്കരുത്. ഇപ്പോൾ പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. പെൻഷൻ നിർത്തും എന്ന് പറഞ്ഞ് OTP ചോദിക്കുന്നവരുമുണ്ട്. ഓർക്കുക, OTP ആരോടും പറയരുത്. ബാങ്ക് പിൻ പറയരുത്. ആധാർ കോപ്പി അനാവശ്യമായി നൽകരുത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് OTP ചോദിക്കാറില്ല ഒരിക്കലും. വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്: വീട്ടിലുള്ള മക്കളും ബന്ധുക്കളും ശ്രദ്ധിക്കണം. പല മുതിർന്ന ആളുകൾക്ക് വെബ്സൈറ്റ് ഉപയോഗിക്കാൻ അറിയില്ല, ബാങ്ക് കാര്യങ്ങൾ മനസ്സിലാകില്ല, SMS വായിക്കാൻ ബുദ്ധിമുട്ടുമുണ്ടാകാം. അതുകൊണ്ട് വീട്ടുകാർ തന്നെ സഹായിക്കേണ്ടതുണ്ട് അവരെ എല്ലാവരെയും. വരാനിരിക്കുന്ന മാറ്റങ്ങൾ: ഭാവിയിൽ സർക്കാർ കൂടുതൽ ഡിജിറ്റൽ പരിശോധനകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, ബാങ്ക് വിവരങ്ങൾ ശരിയായി നൽകുക, ആധാർ അപ്ഡേറ്റ് ചെയ്യുക. ഇവയെല്ലാം സമയാസമയത്ത് കൃത്യമായി ചെയ്യുക. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പ്രധാനമായി ഓർക്കേണ്ട കാര്യങ്ങൾ: മസ്റ്ററിംഗ് നിർബന്ധമാണ്. സമയം ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ആധാർ ലിങ്കിങ് ഉറപ്പാക്കുക. ബാങ്ക് KYC അപ്ഡേറ്റ് ചെയ്യുക. സ്റ്റാറ്റസ് ഓൺലൈനായി പരിശോധിക്കുക. OTP ആരോടും തന്നെ പറയരുത്. ഈ കാര്യങ്ങൾ സമയത്ത് ചെയ്താൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ സഹായിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും, പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്ന അച്ഛനമ്മമാർക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇനിയും പുതിയ സർക്കാർ അറിയിപ്പുകളുമായി ലളിതമായി പറയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.